ഇൻഡയറക്റ്റായിട്ടല്ല, ഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റായിട്ട് അവർ പറയുമായിരുന്നു, ഞങ്ങളുടെ ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ കളറിൻ്റെ പേര് പറഞ്ഞ് കുറേ നേരം ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ. പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു. സഹോദരിമാരെല്ലാം വീട്ടിലുണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കോവിഡിൻ്റെ 2019 കോവിഡ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് UK മൂത്ത സഹോദരി കെയർ വിസയ്ക്ക് പോയി. ആ മൂത്ത സഹോദരി ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പുള്ളിക്കാരി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് വരെ പുള്ളിക്കാരിയെ കെട്ടിച്ചു വിട്ടിരുന്നത് അറുന്നൂറ്റിമംഗലത്താണ്. അറുന്നൂറ്റിമംഗലത്ത് അവിടെ കെട്ടിച്ചു വിട്ട വീട്ടിൽ പുള്ളിക്കാരി പോകത്തില്ല. പുള്ളിക്കാരി ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് പുള്ളിക്കാരിയും ഈ പുള്ളിക്കാരിയും അമ്മായിമ്മയെ കൂടി നല്ല രീതിയിൽ ചേച്ചീനെ ഉപദ്രവിച്ചിട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട്. ചേച്ചി ഞാൻ പറയും, പക്ഷേ ചേച്ചി ഇതിനു മുമ്പ് ഒന്നും കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല. ഇത് പല കാര്യങ്ങളും എന്നോട് ചേച്ചി മറച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത സഹോദരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയോട് ഈ കാര്യങ്ങൾ കുറേ പറയുന്നുണ്ട്. ചേച്ചിയോട് പറഞ്ഞത് എന്നോടും പപ്പയോടും ഇത് പറയരുതെന്ന് പറഞ്ഞ് ചേച്ചി കുറേ പറയുന്നുണ്ട്. പക്ഷേ ചേച്ചിയോട് അന്നും പറയുന്നത് പുള്ളിക്കാരി UK പോയി കഴിയുമ്പോഴൊക്കെ കുറച്ച് കുറയുമായിരിക്കും, അങ്ങനെയൊക്കെ ചേച്ചിക്ക് അങ്ങനെയൊക്കെ കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു. അത് മരണവിവരം അറിയിച്ചത് പപ്പ പുറത്താണ്, UK. അപ്പം പപ്പയുടെ അടുത്തോട്ട് വിളിച്ചു. ഈ ജിമ്മിയുടെ അമ്മാവനാണ് വിളിച്ചത്. അമ്മാവൻ വിളിച്ചിട്ടാണ് പറഞ്ഞത്. അത് എനിക്കറിയത്തില്ല, ഈ ഞായറാഴ്ച വൈകിട്ട് വരെ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മീൻസ് എൻ്റെ വൈഫിനാണെങ്കിലും മെസ്സേജ് അയച്ചു. പിന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് എനിക്കിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഒരു സ്റ്റാറ്റസിന് റിയാക്ട് ചെയ്തിട്ടുണ്ട് 6:11 വരെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് വേറൊരു ചേച്ചിയുടെ ഫോണിൽ നിന്ന് ആർക്കും ഒരു അങ്ങനെ ഒരു രീതിയിലുമില്ല. ചേച്ചീനെ പപ്പായും ട്രൈ ചെയ്തു. ചേച്ചി വർക്ക് ചെയ്യുന്ന എറണാകുളത്തെ ഓഫീസിലെ ഒരു സ്റ്റാഫും കോൺടാക്ട് ചെയ്തു. പക്ഷേ ആർക്കും ചേച്ചിയായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ബലമായ സംശയം ജിമ്മിയുടെ കയ്യിലായിരിക്കും ആ ഫോൺ ഇരുന്നത്. പിന്നെ എൻ്റെ മൂത്ത ചേച്ചി പറഞ്ഞത്, ചേച്ചി ഈ ഓഡിയോയോ മെസ്സേജൊന്നും ചേച്ചി വാട്സപ്പ് ത്രൂ അയക്കത്തില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. ചേച്ചി മൂത്ത ചേച്ചി രണ്ടാമത്തെ ചേച്ചീനെ, ജിസ്മോൾ ചേച്ചിയാണെങ്കിൽ എൻ്റെ മൂത്ത ചേച്ചീനെ വിളിക്കും. ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കും, ചേച്ചി എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ചേച്ചി വിളിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ പറയുന്നതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ കുഞ്ഞേച്ചി പറയുന്നത് ഫോൺ ജിമ്മി ചെക്ക് ചെയ്യും, എന്തെങ്കിലും മെസ്സേജ് ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നെയും വീട്ടിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഒരുപാട് എപ്പോഴും പൈസ ഇങ്ങനെ ചോദിക്കുക, അങ്ങനത്തെ കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയും, പപ്പ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയും.